പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം, സ്തുതിക്കാം. യേശുവിൻ്റെ സ്നേഹം നമ്മളെല്ലാവരിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഈ ഞായറാഴ്ചത്തെ എവൻഗേലിയൻ വായനയുടെ ധ്യാനം നടത്തുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഓരോ വായനകളിലും നിന്ന് ഞങ്ങൾക്ക് നൽകേണ്ട അറിവും പരിജ്ഞാനവും പരിശുദ്ധാത്മാവ് നൽകി ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാണ് ഈ വരുന്ന ഞായറാഴ്ച. വായനയ്ക്കായിട്ട് ക്രമീകരിച്ചു തന്നിരിക്കുന്നത് സന്ധ്യാവായന, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെ വാക്യങ്ങളാണ്. പ്രഭാത വായനയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 30 വരെ വാക്യങ്ങളാണ്. പഴയ നിയമ വായന ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 38 മുതൽ 40 വരെ വാക്യങ്ങളാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9 മുതൽ 12 വരെ വാക്യങ്ങളും. മൂന്നാമത്തെ വായന യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 10 മുതൽ 16 വരെ വാക്യങ്ങളുമാണ്. ശ്ലീഹ വായന അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 10 മുതൽ 15 വരെ വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 10 വരെ വാക്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സുവിശേഷം കുർബാനയുടെ എവൻഗേലിയോൻ യോഹന്നാൻ 6-ാം അധ്യായം 26 മുതൽ 35 വരെ വാക്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. സങ്കീർത്തനം 104-ൻ്റെ 30-ാമത്തെ വാക്യം, കർത്താവേ നിൻ്റെ ആത്മാവിനെ അയക്കുക, അപ്പോഴെല്ലാം സൃഷ്ടിക്കപ്പെടും, ഭൂമിയുടെ മുഖം പുതുതാകുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ച അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന 50-ാം പെരുന്നാൾ കഴിഞ്ഞ് സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറയുന്ന വെള്ളിയാഴ്ചയും കഴിഞ്ഞു. അപ്പോസ്തലന്മാർ ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ പെന്തക്കോസ്താ ദിനത്തിൽ ആത്മാവ് നിറഞ്ഞ് പ്രസംഗിച്ചതുപോലെ സിനഗോഗിലെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ജന്മന മുടന്തനായ ദേവാലയവാതിക്കൽ ഭിക്ഷയ്ക്കിരിക്കുന്ന സുന്ദരഗോപുര കവാടത്തിലിരിക്കുന്ന ഭിക്ഷക്കാരനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ കണങ്കാലും നരിയാണിയും ഉറച്ച് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം നല്ലൊരു ശക്തമായ ഒരു സുവിശേഷ സാക്ഷ്യം നൽകിക്കൊണ്ട് ശിഷ്യന്മാർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പുതിയ നിയമ സാക്ഷ്യത്തിലൂടെയാണ് ഈ ഞായറാഴ്ച കടന്നു പോകുന്നത്. ആത്മാവിനെ അയക്കുക, ഭൂമുഖം പുതുതാകും. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെ വാക്യങ്ങളാണ്. അവിടെ വിതക്കാരൻ്റെ ഉപമയാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. 4 സ്ഥലങ്ങളിലായിട്ട് വിതക്കാരൻ വിത്ത് വിതച്ചപ്പോൾ ആ വിത്ത് വീണു എന്ന് കർത്താവ് പറയുന്നു. വിത്ത് ദൈവവചനവും വിതക്കാരൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ അല്ലെങ്കിൽ സ്ലീഹന്മാരിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വഴിയരികിൽ വീണ വിത്ത്, ആ വിത്തുകൾക്ക് അതിൻ്റെ സ്വഭാവം പറയുന്നത് നമ്മൾ വചനം കേൾക്കുന്നുവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അത് തങ്ങാതെ
ദുഷ്ടൻ വന്ന് അത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ദുഷ്ടൻ വന്ന് ആ വചനം എടുത്തു കളഞ്ഞു. നമ്മൾ വചനം കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ ഒന്നുകിൽ ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ പല വിചാരങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോവുകയോ ഒക്കെ ഉണ്ടായിട്ട് ആ വചന കേൾവിക്ക് അവിടെ ഇരുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വചനം വായിക്കാനിരുന്നു എന്നേ ഉള്ളൂ, വചനം ഒന്നും നമുക്ക് മനസ്സിലായില്ല. ഭൂരിപക്ഷം ആളുകളുടെയും അനുഭവം അതാണ്. ഇത് വായിച്ചു പോകുന്നതേ ഉള്ളൂ, ഒന്നും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയുവാനുള്ള വരം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാവരോടും ഉപമകളായി പറഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി യേശു സംസാരിച്ചു. ഈ വചനത്തിൻ്റെ നിങ്ങൾക്ക് അതിന് വരം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വരം നമുക്ക് ഈ വചനം കേൾക്കുവാനും മനസ്സിലാക്കുവാനും അത് ശുശ്രൂഷിക്കുവാനും വരം നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ള അറിവോടുകൂടി നമ്മൾ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശത്രു എന്ന് വചനം എടുത്തു കളഞ്ഞു. പാറപ്പുറത്ത് വീണത് വചനം കേട്ട ശേഷം സന്തോഷത്തോടെ അതിനെ കൈക്കൊള്ളുന്നവരാകുന്നു. അവർക്ക് വേരില്ല. അവരുടെ വിശ്വാസം താൽക്കാലികമാകുന്നു എന്നുള്ളതാണ്. പരീക്ഷാകാലത്ത് അവർ ഇടറിപ്പോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണ വചനം കേട്ട് ചിന്തയിലും ധനത്താലും ലൗകിക ദുരാശയാലും ഞെരുക്കപ്പെട്ട് ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നവരാണ് എന്നാണ്. നല്ല മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേട്ടിട്ട് ചിന്തയാലും ധനത്താലും ലൗകിക ദുരാശ, ലൗകിക മോഹങ്ങളാൽ ഭാരപ്പെട്ട് അല്ലെങ്കിൽ ഞെരുക്കപ്പെട്ട് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ നമ്മളുടെ ജീവിതത്തിലെ സമ്പത്തിൻ്റെ ശേഖരണത്തിനുള്ള ഓട്ടത്തിനിടയിലോ അല്ലെങ്കിൽ പലവിധ ചിന്തകൾ കയറിയിട്ട് പിന്നെ ലോകമോഹങ്ങളിൽ പെട്ടിട്ടൊക്കെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത അനുഭവമാണ്. കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവവചനം കേട്ട് കഴിയുമ്പോൾ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങൾ മനുഷ്യർക്ക് ലഭിക്കും. ആ കൂട്ടത്തിലാണ് പലപ്പോഴും പിന്നെ വചനം കേൾക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കോ കുർബാനയ്ക്കോ ഒന്നും സമയം കിട്ടാതെ മനുഷ്യർ നശിച്ചു പോകുന്നതെന്ന് പലപ്പോഴും ഈ നാളുകളിൽ കാണുവാനും കേൾക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ല നിലത്ത് വീണത് നിഷ്കളങ്കവും ഉത്തമമായ ഹൃദയത്തോടെ വചനം കേട്ട് ഗ്രഹിക്കുകയും ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാകുന്നു നല്ല നിലത്ത് വീണ വിത്തുകൾ. അതാണ് വിത്തിൻ്റെ ഉപമയിൽ ഈ ഒന്നാമത്തെ പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയിൽ സന്ധ്യയുടെ വായനയായിട്ട് നമുക്ക് നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ആത്മീയമായി ഒത്തിരി മുന്നേറണമെന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പ്രഭാത വായനയും അങ്ങനെ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 30 വരെ വാക്യങ്ങളാണ്. മാനസാന്തരപ്പെടാത്തവർക്കുണ്ടാകുന്ന കഷ്ടത പറയുകയാണ്. കൊരസിന് കഷ്ടം, ബെസൈദായ കഷ്ടം. നിങ്ങൾ വെച്ച് നടന്നായ അത്ഭുതങ്ങൾ സോറിലും സൈദോനിലും ആയിരുന്നെങ്കിൽ അവർ ചാക്കുകൾ ധരിച്ചും വെണ്ണിലിരുന്നും അനുദപിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഒത്തിരി വചനം കേട്ടിട്ടും അനുതാപമില്ലാത്ത, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അനുതാപമില്ലാത്ത ആളുകൾക്ക് ഭയങ്കര കഷ്ടമാണത്. മറ്റുള്ളവരിലേക്കാണത് നൽകിയിരുന്നതെങ്കിൽ അവർക്ക് വലിയൊരു എന്താ പറയുന്നത് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് കഫർന്നഹൂമിനും ആകാശം വരെ ഉയർത്തപ്പെട്ടാലും അത് പാതാളം വരെ താഴ്ത്തപ്പെടുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം സ്വീകരിക്കാതെ, ദൈവവചനത്തെ അനുസരിക്കാതെ എത്രമാത്രം നമ്മൾ ഉയർന്നാലും അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ ബുദ്ധിയിലായാലും ശക്തിയിലായാലും സമ്പത്ത് കൊണ്ടായാലും എത്രമാത്രം ഉയർന്നാലും അതെല്ലാം നമ്മളെ പാതാളത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിലേക്ക് എത്തിക്കുന്ന വഴികൾ മാത്രമാകുന്നു എന്ന് തിരിച്ചറിയണമെന്ന് അവിടെ പറയുകയാണ്. രണ്ടാമത് ഈ കർത്താവെ, അതുകൊണ്ട് ഇത് വിവേകികളിൽ നിന്നും എന്താ പറയുന്നത് ജ്ഞാനികളിൽ നിന്നും മറച്ച്, ലോകത്തിൻ്റെ ഭൗതിക ജ്ഞാനവും ഭൗതികമായ വിവേകമൊക്കെ ഉള്ളവരിൽ നിന്നെല്ലാം മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ, ശിശു മനസ്സുള്ളവർ, നിഷ്കളങ്ക മനസ്സ്. ഇപ്പോൾ ശിഷ്യന്മാരൊക്കെ യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരും യേശു പറഞ്ഞത് അനുസരിച്ച് ഒരു കുഞ്ഞുങ്ങളെപ്പോലെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവരാണ്. എല്ലാം അവർ വിട്ടു. അവർ ശിഷ്യന്മാരുടെ പ്രത്യേകതയാണ്. അവരൊന്നും ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നു. അത് ശിശു മനസ്സുള്ളവർക്കാണ് അത് പറ്റുകയുള്ളൂ. അവർക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവവചനം നമുക്ക് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ അനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ശിശു മനസ്സുള്ളവരായി തീരണം
എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ അധ്വാനിച്ച ഭാരം വഹിക്കുന്നവർ, വലയുന്നവരൊക്കെ യേശുവിൻ്റെ അടുക്കൽ വരിക, ആശ്വസിപ്പിക്കാമെന്നാണ് പറയുന്നത്. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരിക. മാനസാന്തരപ്പെടാതെ, അനുദപിക്കാതെ, വചനത്തിൽ വിശ്വസിക്കാതെ നമ്മൾ എത്ര വലിയവനായാലും എത്ര വലിയവളായാലും നമ്മൾക്ക് അത് ശുഭം വരികയില്ല. നമുക്കത് വലിയ ന്യായവിധി ദിവസം വലിയ ദുഃഖത്തിന് കാരണമാകുമെന്ന് യേശു പറഞ്ഞു. രണ്ടാമത് ഇത് ശിശുക്കൾക്ക് ആണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശിശു മനസ്സുള്ളവരായി മാറണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ശിശു മനസ്സുള്ളവരായി മാറി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും യേശു ക്രിസ്തുവിലേക്ക് അത് കൊടുക്കുക. യേശു ക്രിസ്തു അത് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ദുഃഖങ്ങളൊക്കെ വഹിച്ച്, യേശു വിനീത ഹൃദയനാകയാൽ ആ യേശുവിൻ്റെ മുഖം വഹിച്ച് അവനിൽ നിന്ന് പഠിച്ച് നമ്മുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ ശിശു മനസ്സുള്ള വ്യക്തിയായി തീർന്ന് ദൈവഹിതപ്രകാരം എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് പഠിക്കുവാനുള്ളതെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ വീണ്ടും നമ്മൾക്ക് നൽകപ്പെടുന്ന ദൈവവചനം പഴയ നിയമ വായനയിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 മുതൽ 40 വരെ വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 41. യോസേഫിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: ഫറവോൻ തൻ്റെ ദാസന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ മറ്റൊരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ള മറ്റൊരുത്തിനുമില്ല. നീ എൻ്റെ ഭവനത്തിന് മേലധികാരിയാകും. നിൻ്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഫറവോയുടെ സ്വപ്നം വെളിപ്പെടുത്തിയ യോസേഫ് കാരാഗ്രഹത്തിലും പൊട്ടക്കിണറ്റിലും ഒക്കെ കിടന്ന് തൻ്റെ ദൈവികമായ ജീവിതത്തിൽ താൻ കണ്ട സ്വപ്നം വെളിപ്പെടുത്തിയതിന് സഹോദരങ്ങളിൽ നിന്ന് കിട്ടിയ ശിക്ഷ സ്വമനസാലെ ഏറ്റുവാങ്ങി എല്ലാം ദൈവഹിതമെന്നും പാപം ചെയ്യാതെ ജീവിച്ച യോസേഫിനെ ഇന്ന് ഫറവോൻ്റെ തൊട്ട് താഴെ സ്ഥാനത്തിരുത്തിയിരിക്കുകയാണ്. സിംഹാസനം കൊണ്ട് മാത്രമേ ഞാൻ നിന്നിൽ വലിയവനായിരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള സകല കാര്യങ്ങൾക്കും നീ ഈജിപ്തിൻ്റെ അധിപനായിരിക്കുമെന്ന് പറയുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? വിവേകവും ജ്ഞാനവും അവനെപ്പോലെ വേറൊരാൾക്കുണ്ടായില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എത്ര സങ്കടങ്ങളുണ്ടായാലും എത്ര പ്രയാസങ്ങളുണ്ടായാലും നമ്മൾ യേശുവിനെ പിൻഗമിക്കുകയാണെങ്കിൽ, യേശുവിനെ പിൻപറ്റുകയാണെങ്കിൽ നാം വാലല്ല തലയാകും, ഉന്നതങ്ങളിൽ നമ്മളായിരിക്കുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. അതുപോലെ രണ്ടാമത്തെ വായന യോശുവ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നാണ്. മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നമ്മൾ മുമ്പ് വായിച്ച കേട്ട ആ ഭാഗത്ത് നിന്ന്, യോസേഫിൻ്റെ ഭരണകാലത്ത് നിന്ന് മാറി ഇസ്രായേൽ ജനത്തെ അറിയാത്ത രാജാക്കന്മാർ വന്നപ്പോൾ അവരെല്ലാം അടിമകളായി തീർന്നു. അങ്ങനെ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ അടിമജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരുകയും മോശയ്ക്ക് ശേഷം വരുന്ന യോശുവ അവരുടെ നേതൃത്വത്തിലിരിക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുകയാണ്, മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഗിൽഗാൽ അല്ലെങ്കിൽ ഉരുൾ എന്ന് പേരിട്ടു എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇസ്രായേൽ ജനം ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് എരീഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ആഘോഷിച്ച 50-ാം പെരുന്നാൾ തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. ആ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ വർഷം അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. മന്ന നിർത്തൽ ചെയ്ത് അവർ വേല ചെയ്ത് കനാൻ ദേശത്ത് കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ചു കൊള്ളുവാൻ ദൈവം പറയുകയാണ്. ഇതിൻ്റെ ഒരു ആത്മീയാർത്ഥം, പ്രിയമുള്ളവരെ, ഈ
ആത്മീയ ജീവിതമുണ്ട്. നമ്മൾ പെസഹ കഴിഞ്ഞു, 50-ാം പെരുന്നാൾ കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ധാരാളമായി ഉജ്ജ്വലിപ്പിച്ചു. ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മീയ വേല ചെയ്ത് ഭൂമിയിൽ നമ്മൾ കൃഷികളൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ തന്നെയും നന്മകൾ കൊണ്ട്, നൽവരങ്ങൾ കൊണ്ട് ആത്മീയ വേല ചെയ്ത് ജീവിക്കുവാനും ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വീണ്ടും യെരമ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. 3-ാമത്തെ വായനയായിട്ട് അവിടെ ഇപ്രകാരം നമ്മളോട് പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരുത്തുമെന്ന് നിങ്ങളോട് എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ എത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയും ദൈവിക പ്ലാനും നാം ആഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവം ആഗ്രഹിക്കുന്ന സമയത്തെ അത് നിവർത്തി വരികയുള്ളൂ എന്ന് ഒരു നല്ല ഒരു ചിന്ത നമുക്ക് തരികയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭകരമായ ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കെല്ലാം നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നമുക്ക് ഒന്നും നേടിയില്ല എന്ന വിചാരമല്ല വേണ്ടത്. നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരായതുകൊണ്ട് ഒത്തിരി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെക്കുറിച്ചുള്ള ആ നന്മയുടെ ദിവസം, ആ ശുഭകരമായ ഭാവി, ആ പ്രത്യാശയുടെ ദിവസം കർത്താവ് നമുക്ക് തരുവാൻ വേണ്ടി കാത്തിരുന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഈ വായനകൾ ഇപ്പോൾ പഴയ നിയമ വായന വരെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി സമയ കൂടുതലുള്ളതുകൊണ്ട് 2ആയിട്ട് നമുക്ക് ഇത് ധ്യാനിക്കാം. ലേഖനങ്ങളും എവൻഗേലിയോനും നാളത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി, ഞങ്ങൾ നിരൂപിക്കുന്ന നിരൂപണങ്ങളൊക്കെയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമെന്നും മിസ്രൈൻ്റെ നിന്ന ഇനി നിങ്ങൾ അനുഭവിക്കില്ല എന്നും, നിങ്ങളിനി മന്നായല്ല ഭക്ഷിക്കുന്നത്, നിങ്ങളുടെ വിളവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച ഞങ്ങളിൽ നിന്ന് തന്നെയാണ് ദൈവം നടത്തിക്കൊണ്ടു പോകുന്നത്. ഞങ്ങളിലൂടെയാണ് ലോകത്തിൻ്റെ പ്രകാശമായി അങ്ങ് മാറുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആത്മീയ വേലയിൽ വളരെയധികം മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ദൈവിക ജ്ഞാനത്തോടെ അരുളപ്പാട് കേട്ട് മനസ്സിലാക്കി ജീവിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ട വചനം അത് മാനസാന്തരപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയ നാളുകളൊക്കെ ഓർത്ത് ദുഃഖിക്കണമെന്ന്, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്നും ഞങ്ങളോട് അങ്ങ് സംസാരിച്ചല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ നല്ല നിലത്ത് വീണ ആ വിത്തുകളായി 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഭവം നിത്യമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമേതയിൽ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.